അധ്യായം 9. അഹസ്വേരൂസിന്റെ മകനും ജനനം കൊണ്ട് മേദിയാക്കാരനും കൽദായരുടെ ദേശത്ത് രാജാവുമായിരുന്ന ദാരിയൂസിന്റെ 1-ാം ഭരണവർഷം. അവന്റെ വാഴ്ചയുടെ 1-ാം വർഷം ദാനിയേലായ ഞാൻ ജെറമിയ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറൂസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തു. കർത്താവേ, അങ്ങയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിതനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളിലും ചട്ടങ്ങളിൽ നിന്നും അകന്ന് അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദുഷ്ടതയോടെ വർത്തിക്കുകയും അങ്ങയെ ധിക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനത്തോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകരുടെ വാക്ക് ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. കർത്താവേ, നീതി അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങേക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതറിച്ചു കളഞ്ഞ യൂദായിലെയും ജെറൂസലേമിലെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിൻ്റെയും മുഖത്ത് ഇന്ന് കാണപ്പെടുന്നതുപോലെ ലജ്ജയാണ് നിഴലിക്കുന്നത്. കർത്താവേ, അങ്ങേക്കെതിരെ പാപം ചെയ്തതിനാൽ ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, കാരുണ്യവും പാപമോചനവും അങ്ങയുടേതാണ്. എന്നാൽ ഞങ്ങൾ അങ്ങയോട് മത്സരിച്ചു. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾ ചെവിക്കൊണ്ടില്ല. അവിടുന്ന് തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്ക് നൽകിയ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല. ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ച് അങ്ങയുടെ സ്വരം ശ്രവിക്കാതെ വഴിതെറ്റിപ്പോയി. ഞങ്ങൾ അവിടുത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചുരിയപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ ഭരണാധികാരികൾക്കും എതിരെ അവിടുന്ന് സംസാരിച്ച വാക്ക് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തിക്കൊണ്ട് അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ജെറൂസലേമിന് സംഭവിച്ചതുപോലുള്ള നാശം ആകാശത്തിനു കീഴിൽ മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല. മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചു. എന്നിട്ടും അങ്ങയുടെ സത്യം ശ്രവിച്ച് അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങയുടെ കാരുണ്യത്തിനു വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല. അതുകൊണ്ട് കർത്താവ് ഉചിതമായ സമയത്ത് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തി. എന്തെന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിമാനാണ്. ഞങ്ങളോ അവിടുത്തെ സ്വരം അനുസരിച്ചില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ് ശക്തമായ കരത്താൽ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി. അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു. കർത്താവേ, അങ്ങയുടെ നീതിപൂർവമായ എല്ലാ പ്രവൃത്തികൾക്കും തക്കവിധം അങ്ങയുടെ കോപവും ക്രോധവും അങ്ങയുടെ വിശുദ്ധഗിരിയായ ജെറൂസലേം നഗരത്തിൽ നിന്ന് അകന്നു പോകട്ടെ. ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളും നിമിത്തം ജെറൂസലേമും അങ്ങയുടെ ജനവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയമായി. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനയും യാചനകളും ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെ അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ. എൻ്റെ ദൈവമേ, അങ്ങ് ചെവി ചായിച്ച് കേൾക്കണമേ. അങ്ങയുടെ കണ്ണുകൾ തുറന്ന് ഞങ്ങളുടെ നാശങ്ങളെയും അങ്ങയുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലല്ല, അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. കർത്താവെ, ശ്രവിക്കണമേ. കർത്താവെ, ക്ഷമിക്കണമേ.
കർത്താവെ, ചെവിക്കൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്യണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ നാമത്തെ പ്രതി വൈകരുതേ. എന്തെന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ ഗിരിക്ക് വേണ്ടി എൻ്റെയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന അർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയേൽ സായാഹ്ന ബലിയുടെ സമയത്ത് എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്നോട് പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ജ്ഞാനവും അറിവും നൽകാൻ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി. അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു. ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അക്രമം നിർത്തിവെക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനും കുറ്റങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നതിനും ശാശ്വത നീതി നടപ്പിലാക്കുന്നതിനും ദർശനത്തിനും പ്രവാചകനും മുദ്രവെക്കുന്നതിനും അതിവിശുദ്ധ സ്ഥലത്തെ അഭിഷേകം ചെയ്യുന്നതിനും വേണ്ടി നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളുടെ 70 ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നീ ഗ്രഹിക്കുക, ജെറുസലമിന്റെ പുനർനിർമ്മാണത്തിന് കൽപ്പന പുറപ്പെട്ടതു മുതൽ അഭിഷിക്തനായ ഒരു രാജാവ് വരുന്നതുവരെ 7 ആഴ്ചകൾ ഉണ്ടായിരിക്കും. തുടർന്ന് കഷ്ടത നിറഞ്ഞ 62 ആഴ്ചകൾ. അക്കാലത്ത് വീഥികളും കിടങ്ങുകളും പണിയും. 62 ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും. പിൻഗാമിയായ രാജാവിന്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അതിന്റെ അവസാനം പ്രളയമായിരിക്കും. അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായ ഉടമ്പടിയുണ്ടാക്കും. പകുതി ആഴ്ചത്തേക്ക് ബലിയും കാഴ്ചകളും അവൻ നിരോധിക്കും. ദേവാലയത്തിന്റെ ചിറകിന്മേൽ വിനാശകരമായ മ്ലേച്ഛത വരും. ദൈവമൊരുക്കിയ വിധി വിനാശകന്റെ മേൽ പതിക്കുന്നതുവരെ അതവിടെ നിൽക്കും. അധ്യായം 10. പേർഷ്യ രാജാവായ സൈറസിന്റെ 3-ാം ഭരണവർഷം ബെൽതെഷാസർ എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപ്പാടുണ്ടായി. അത് സത്യവും വലിയ യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു. ദാനിയേലെന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും വീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ കണ്ണുയർത്തി നോക്കിയപ്പോൾ ചണവസ്ത്രവും ഊഫാസിലെ സ്വർണം കൊണ്ടുള്ള അരപ്പട്ടയും ധരിച്ച ഒരുവനെ കണ്ടു. അവൻ്റെ ശരീരം ഗോമേതകം പോലെയും മുഖം മിന്നൽ പോലെയും കണ്ണുകൾ ജ്വലിക്കുന്ന പന്തം പോലെയുമായിരുന്നു. അവൻ്റെ കൈകാലുകൾ മിനുക്കിയ ഓടിൻ്റെ ഭംഗിയുള്ളവയും സ്വരം ജനക്കൂട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയുമായിരുന്നു. ദാനിയേലായ ഞാൻ മാത്രം ഈ ദർശനം കണ്ടു. എന്നോടൊപ്പം ഉണ്ടായിരുന്നവർ അതു കണ്ടില്ല. മഹാഭീതി പിടിപെട്ട് അവർ ഓടിയൊളിച്ചു. അങ്ങനെ തനിച്ചായ ഞാൻ ഈ മഹാദർശനം കണ്ടു. എൻ്റെ ശക്തി ചോർന്നുപോയി. എൻ്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം മാറിപ്പോയി. എൻ്റെ ശക്തിയേറ്റു. അപ്പോൾ ഞാൻ അവൻ്റെ സ്വരം കേട്ടു. അവൻ്റെ സ്വരം ശ്രവിച്ച് ഞാൻ പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. എന്നാൽ ഒരു കരം എന്നെ സ്പർശിച്ചു. അവൻ എന്നെ എഴുന്നേൽപ്പിച്ചു. വിറയലോടെ ആണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. ഞാൻ നിന്നോട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുക.
എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അവനിത് പറഞ്ഞപ്പോൾ ഞാൻ വിറയലോടെ നിവർന്നു നിന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്തു നിന്നു. എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എന്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവനെ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട്, വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. ദർശനം ഭാവിയെ സംബന്ധിക്കുന്നതാണ്. അവൻ എന്നോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ ഞാൻ മുഖം കുനിച്ചു മൂകനായി നിന്നു. മനുഷ്യനെ പോലെയുള്ള ഒരുവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചു. അപ്പോൾ ഞാൻ വായ് തുറന്ന് സംസാരിച്ചു. എൻ്റെ അടുത്തു നിന്നിരുന്നവനോട് ഞാൻ പറഞ്ഞു, പ്രഭു, ദർശനം നിമിത്തം ഞാൻ വേദന അനുഭവിക്കുന്നു. എൻ്റെ ശക്തി ക്ഷയിച്ചു. എങ്ങനെ ഈ ദാസൻ അങ്ങയോട് സംസാരിക്കാനാവൂ? ശക്തിയോ ശ്വാസമോ എന്നിൽ ശേഷിച്ചിട്ടില്ല. മനുഷ്യരൂപമുണ്ടായിരുന്നവൻ എന്നെ സ്പർശിച്ച് ശക്തി പകർന്നു. അവൻ പറഞ്ഞു, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, നീ ഭയപ്പെടേണ്ട. നിനക്ക് സമാധാനം. ശക്തനും ധീരനുമായിരിക്കുക. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ശക്തി പ്രാപിച്ച് ഞാൻ പറഞ്ഞു, പ്രഭു, സംസാരിച്ചാലും അങ്ങനെ ശക്തനാക്കിയിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഞാനിപ്പോൾ പേർഷ്യയുടെ കാവൽ ദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോകും. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവനരാജ്യത്തിന്റെ കാവൽ ദൂതൻ വരും. സത്യത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെന്തെന്ന് ഞാൻ നിന്നോട് പറയാം. നിന്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ എന്റെ പക്ഷത്തു നിന്ന് ഇവർക്കെതിരെ പൊരുതാൻ ആരുമില്ല. അധ്യായം 11. അവന് സഹായവും ശക്തിയും നൽകാൻ മേദിയക്കാരനായ ദാരിയൂസിന്റെ 1-ാം ഭരണവർഷം ഞാൻ എത്തി. ഇപ്പോൾ ഞാൻ നിനക്ക് സത്യം വെളിപ്പെടുത്തി തരും. പേർഷ്യയിൽ 3 രാജാക്കന്മാർ കൂടി ഉയർന്നു വരും. 4-മതൊരുവൻ അവരെല്ലാവരെയും കാൾ സമ്പന്നനായിരിക്കും. സമ്പത്ത് മൂലം ശക്തനായി തീരുമ്പോൾ അവനെല്ലാവരെയും യവനരാജ്യത്തിനെതിരെ ഇളക്കിവിടും. പിന്നെ ശക്തനായ ഒരു രാജാവ് വരും. അവൻ വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനാകും. സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കുകയും ചെയ്യും. അവൻ ഉച്ചകോടിയിലെത്തുമ്പോൾ അവന്റെ സാമ്രാജ്യം തകർന്ന് ആകാശത്തിന്റെ 4 കാറ്റുകളിലും ലയിക്കും. അതവന്റെ സന്തതികൾക്ക് ലഭിക്കുകയില്ല. അവന്റെ പ്രാബല്യം പിൻഗാമികൾക്കുണ്ടാവുകയില്ല. അവന്റെ സാമ്രാജ്യം പിഴുതെടുത്ത് അന്യർക്ക് നൽകപ്പെടും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് പ്രബലനാകും. എന്നാൽ അവന്റെ പ്രഭുക്കന്മാരിൽ ഒരുവൻ അവനേക്കാൾ ശക്തനാകും. അവന്റെ സാമ്രാജ്യം വളരെ വിപുലമായിരിക്കും. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അവർ സഖ്യം ചെയ്യും. ദക്ഷിണദേശത്തെ രാജാവിന്റെ പുത്രി സമാധാനം സ്ഥാപിക്കാൻ ഉത്തരദേശത്തെ രാജാവിന്റെ അടുത്തെത്തും. എന്നാൽ അവളുടെ പ്രാബല്യം നീണ്ടു നിൽക്കുകയില്ല. അവനും അവന്റെ സന്തതിയും നിലനിൽക്കുകയില്ല. അവളും അവളുടെ സേവകരും അവളെ അവകാശപ്പെടുത്തിയിരുന്നവനും വധിക്കപ്പെടും. ആ കാലങ്ങളിൽ അവന്റെ സ്ഥാനത്ത് അവളുടെ വേരുകളിൽ നിന്ന് ഒരു മുള ഉയർന്നു വരും. അവൻ ഉത്തരദേശത്തെ രാജാവിന്റെ സൈന്യത്തിനെതിരെ വന്ന് കോട്ടയിൽ പ്രവേശിച്ച് അവരോട് എതിർത്ത് ജയിക്കും. അവരുടെ ദേവന്മാരുടെ വിഗ്രഹങ്ങളും അമൂല്യമായ പൊൻവെള്ളിപ്പാത്രങ്ങളും അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോകും. കുറെ കാലത്തേക്ക്
ഉത്തരദേശത്തെ രാജാവിനെ ആക്രമിക്കുന്നതിൽ നിന്ന് അവൻ വിട്ടുനിൽക്കും. അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് ദക്ഷിണദേശത്തെ രാജാവിന്റെ പ്രദേശത്തേക്ക് വരും. എന്നാൽ അവൻ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകും. അവന്റെ പുത്രന്മാർ യുദ്ധം ചെയ്യുകയും ഒരു മഹാസൈന്യത്തെ ശേഖരിക്കുകയും ചെയ്യും. അവർ ഇരച്ചു കയറും. അങ്ങനെ വീണ്ടും അവന്റെ കോട്ടയുടെ അടുത്തുവരെ യുദ്ധമെത്തും. അപ്പോൾ ദക്ഷിണദേശത്തെ രാജാവ് കോപം പൂണ്ട് പുറപ്പെട്ട് വലിയ സൈന്യസന്നാഹമുള്ള ഉത്തരദേശത്തെ രാജാവുമായി ഏറ്റുമുട്ടും. ആ സൈന്യം അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ വ്യൂഹം പിടിക്കപ്പെടുമ്പോൾ അവൻ അഹങ്കരിക്കുകയും 10,000-കണക്കിന് ആളുകളെ വീഴ്ത്തുകയും ചെയ്യും. പക്ഷേ അവൻ പ്രബലനാവുകയില്ല. ഉത്തരദേശത്തെ രാജാവ് പൂർവാധികം ശക്തമായ സൈന്യവ്യൂഹത്തെ വീണ്ടും ഒരുക്കും. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാസൈന്യവും വിപുലമായ ആയുധശേഖരവുമായി അവൻ വരും. അക്കാലത്ത് അനേകർ ദക്ഷിണദേശത്തെ രാജാവിനെതിരെ ഉയർന്നുവരും. നിന്റെ ജനത്തിൽപ്പെട്ട അക്രമികൾ ഈ ദർശനം നിവൃത്തിയാകേണ്ടതിന് അവനെതിരെ കലഹിക്കും. എന്നാൽ അവർ പരാജയപ്പെടും. അപ്പോൾ ഉത്തരദേശത്തെ രാജാവ് വന്ന് ഉപരോധമേർപ്പെടുത്തി സുരക്ഷിത നഗരം പിടിച്ചടക്കും. ദക്ഷിണദേശത്തെ സൈന്യത്തിന് അവന്റെ ധീരയോദ്ധാക്കൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ ശക്തിയുണ്ടാവുകയില്ല. എന്നാൽ ആക്രമണകാരി സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും. ആർക്കും അവനെ ചെറുത്തു നിൽക്കാൻ കഴിയുകയില്ല. മഹത്വത്തിന്റെ ദേശത്തവൻ നിൽക്കുകയും അതവന്റെ പിടിയിൽ അമരുകയും ചെയ്യും. ദക്ഷിണദേശത്തെ രാജാവിന്റെ പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കാൻ അവൻ തീരുമാനിക്കും. അവനുമായി സന്ധി ചെയ്യുകയും അവനെ നശിപ്പിക്കാൻ വേണ്ടി തന്റെ പുത്രിയെ വിവാഹം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. എന്നാൽ ആ ശ്രമം വിജയിക്കുകയില്ല. അതവന് ഉപകരിക്കുകയില്ല. അനന്തരം അവൻ തീരപ്രദേശങ്ങളിലേക്ക് തിരിഞ്ഞ് അവയിൽ പലതും പിടിച്ചടക്കും. പക്ഷേ ഒരു സൈന്യാധിപൻ അവന്റെ ഔദ്ധത്യത്തിന് കടിഞ്ഞാണിടും. ആ അഹങ്കാരം അവനെതിരായി തന്നെ തിരിയും. അപ്പോൾ അവൻ സ്വന്തം നാട്ടിലെ കോട്ടകളിലേക്ക് മടങ്ങും. പക്ഷേ അവൻ കാലിടറി വീഴും. അതവന്റെ അവസാനമായിരിക്കും. പിന്നെ അവന്റെ സ്ഥാനത്ത് മറ്റൊരുവൻ ഉയർന്നുവരും. അവൻ മഹത്വത്തിന്റെ ദേശത്ത് നിന്ന് കപ്പം പിരിക്കാൻ ഒരുവനെ അയക്കും. എന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവൻ പരസ്യമായിട്ടോ യുദ്ധത്തിലോ അല്ലാതെ സംഹരിക്കപ്പെടും. അവന്റെ സ്ഥാനത്ത് നിന്ദ്യനായ വേറൊരുവൻ ഉയരും. അവന് രാജപദവി ലഭിച്ചിരുന്നില്ല. അവൻ മുന്നറിയിപ്പൊന്നും കൂടാതെ ചതിയിൽ രാജ്യം കരസ്ഥമാക്കും. അവൻ തന്റെ മുൻപിൽ നിന്ന് സൈന്യങ്ങളെ, ഉടമ്പടിയുടെ പ്രഭുവിനെ പോലും തൂത്തുമാറ്റും. സന്ധി ചെയ്യുന്ന നിമിഷം മുതൽ അവൻ വഞ്ചനയോടെ പെരുമാറും. അനുയായികൾ കുറച്ചേ ഉള്ളുവെങ്കിലും അവൻ പ്രബലനാകും. മുന്നറിയിപ്പ് കൂടാതെ ദേശത്തെ ഏറ്റവും സമ്പന്നമായ ഭാഗങ്ങളിലേക്ക് കടന്നുവരും. പിതാക്കന്മാരോ പിതാമഹന്മാരോ ചെയ്തിട്ടില്ലാത്ത ക്രൂരതകൾ അവൻ ചെയ്യും. തന്റെ അനുചരന്മാർക്കവൻ കൊള്ളവസ്തു പങ്കിട്ടു കൊടുക്കും. അവൻ ശക്തിദുർഗങ്ങൾക്കെതിരെ ഉപായങ്ങൾ പ്രയോഗിക്കും. പക്ഷേ കുറെക്കാലത്തേക്ക് മാത്രമേ അത് വിജയിക്കുകയുള്ളൂ. ശക്തിയും ധൈര്യവും ഉണർന്ന് അവനൊരു മഹാസൈന്യവുമായി ദക്ഷിണദേശത്തെ രാജാവിനെതിരെ വരും. ദക്ഷിണദേശത്തെ രാജാവ് വളരെ വലുതും അതിശക്തവുമായ ഒരു സൈന്യത്തോടുകൂടെ അവനെ നേരിടും. എന്നാൽ ചതിപ്രയോഗം മൂലം അവന് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല.
അവന്റെ മേശയിൽ ഭക്ഷിക്കുന്നവൻ തന്നെ അവനെ നശിപ്പിക്കും. അവന്റെ സൈന്യം നിർമ്മാർജ്ജനം ചെയ്യപ്പെടുകയും അനേകർ മരിച്ചു വീഴുകയും ചെയ്യും. ഈ രണ്ട് രാജാക്കന്മാരുടെയും മനസ്സുകൾ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കും. ഒരേ മേശയ്ക്ക് ചുറ്റുമിരുന്നു കൊണ്ട് അവർ അസത്യം പറയും. പക്ഷേ ഒന്നും ഫലിക്കുകയില്ല. കാരണം അവസാനത്തിനുള്ള നിശ്ചിത സമയം ആസന്നമായിട്ടില്ല. അവൻ വലിയ സമ്പത്തോടെ സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. പക്ഷേ അവന്റെ ഹൃദയം വിശുദ്ധ ഉടമ്പടിക്കെതിരെ ഉറച്ചിരിക്കും. അവൻ തന്നിഷ്ടം പ്രവർത്തിക്കുകയും സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. നിശ്ചിത സമയത്തവൻ തെക്കോട്ട് മടങ്ങിവരും. ഇത്തവണ മുൻപത്തേതുപോലെ ആയിരിക്കുകയില്ല. കിത്തിമിലെ കപ്പലുകൾ അവനെ എതിർക്കും. അവൻ ഭയപ്പെട്ട് പിന്മാറി തിരിച്ചുവന്ന് ക്രൂദ്ധനായി വിശുദ്ധ ഉടമ്പടിക്കെതിരെ പ്രവർത്തിക്കും. അവൻ പിൻവാങ്ങി വിശുദ്ധ ഉടമ്പടി ഉപേക്ഷിച്ചവരുടെ വാക്ക് ശ്രവിക്കും. അവന്റെ സൈന്യം വന്ന് ദേവാലയവും കോട്ടയും അശുദ്ധമാക്കുകയും നിരന്തര ദഹനബലി നിരോധിക്കുകയും ചെയ്യും. അവർ വിനാശത്തിന്റെ മ്ലേച്ഛ വിഗ്രഹം അവിടെ സ്ഥാപിക്കും. ഉടമ്പടി ലംഘിക്കുന്നവരെ അവൻ മുഖസ്തുതി കൊണ്ട് വഴിതെറ്റിക്കും. എന്നാൽ തങ്ങളുടെ ദൈവത്തെ അറിയുന്നവർ ഉറച്ചുനിന്ന് പ്രവർത്തിക്കും. കുറക്കാലത്തേക്ക് അവർ വാളും തീയും അടിമത്തവും കവർച്ചയും കൊണ്ട് വീഴുമെങ്കിലും ജനത്തിന്റെ ഇടയിലെ ജ്ഞാനികൾ അനേകർക്ക് അറിവ് പകരും. വീഴുമ്പോൾ അവർക്ക് സഹായം ലഭിക്കാതിരിക്കുകയില്ല. അവരോട് ചേരുന്ന പലരും കപടോദ്ദേശത്തോടെയായിരിക്കും അങ്ങനെ ചെയ്യുക. ജ്ഞാനികളിൽ ചിലർ വീഴും. ജനത്തെ അവസാന ദിവസത്തേക്ക് ശുദ്ധീകരിക്കാനും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കാനും വേണ്ടിയായിരിക്കും അത്. അന്തിമദിനം വരാനിരിക്കുന്നതേയുള്ളൂ. രാജാവ് സ്വേച്ഛാനുസൃതം പ്രവർത്തിക്കും. അവൻ തന്നെ ഉയർത്തുകയും സകല ദേവന്മാർക്കും ഉപരിയായി മഹത്വപ്പെടുത്തുകയും ദേവന്മാർക്കും ദൈവമായവനെതിരെ ഭീകരദൂഷണം പറയുകയും ചെയ്യും. ക്രോധം പൂർത്തിയാകുന്നതുവരെ അവൻ അഭിവൃദ്ധി പ്രാപിക്കും. എന്തെന്നാൽ നിശ്ചയിക്കപ്പെട്ടത് സംഭവിക്കേണ്ടിയിരിക്കുന്നു. തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയോ സ്ത്രീകളുടെ ഇഷ്ടദേവനെയോ അവൻ കൂട്ടാക്കുകയില്ല. എല്ലാവർക്കുമുപരി തന്നെ പ്രതിഷ്ഠിക്കുന്നതിനാൽ അവൻ ഒരു ദേവനെയും വകവയ്ക്കുകയില്ല. അവയ്ക്ക് പകരം അവൻ കോട്ടകളുടെ ദേവനെ ആദരിക്കും. തന്റെ പിതാക്കന്മാർ അറിയാത്ത ദേവനെ, സ്വർണം, വെള്ളി, രത്നങ്ങൾ, വിലയേറിയ സമ്മാനങ്ങൾ എന്നിവ കൊണ്ട് അവൻ ബഹുമാനിക്കും. ഏറ്റവും ശക്തമായ കോട്ടകളോട് അന്യദേവന്റെ സഹായത്തോടെ അവൻ പൊരുതും. തന്നെ അംഗീകരിക്കുന്നവർക്ക് അവൻ വലിയ ബഹുമതികൾ നൽകും. അവൻ അവരെ അനേകരുടെ മേൽ അധിപതികളാക്കുകയും ദേശം വിഭജിച്ച് അവർക്ക് വിൽക്കുകയും ചെയ്യും. അവസാന നാളിൽ ദക്ഷിണദേശത്തെ രാജാവ് അവനെ ആക്രമിക്കും. പക്ഷേ ഉത്തരദേശ രാജാവ് രഥങ്ങളും അശ്വസേനയും അനേകം കപ്പലുകളുമായി ചുഴലിക്കാറ്റ് പോലെ അവനെതിരെ ആഞ്ഞടിക്കും. രാജ്യങ്ങളുടെ മേൽ ഇരച്ചു കയറുകയും ചെയ്യും. അവൻ മഹത്വത്തിന്റെ ദേശത്ത് വന്നെത്തും. 10,000-കണക്കിന് ആളുകൾ വീഴും. എന്നാൽ ഏദോമും മോവാബും അമ്മോന്യരുടെ പ്രധാന ഭാഗങ്ങളും അവന്റെ കയ്യിൽ നിന്നും മോചിപ്പിക്കപ്പെടും. അവൻ രാജ്യങ്ങൾക്കെതിരെ കൈനീട്ടും. ഈജിപ്റ്റ് ദേശം രക്ഷപ്പെടുകയില്ല. അവൻ ഈജിപ്റ്റിലെ സ്വർണവും വെള്ളിയും മറ്റമൂല്യ വസ്തുക്കളും സ്വന്തമാക്കും. ലിബിയാക്കാരും എത്യോപ്യക്കാരും അവനെ അനുഗമിക്കും. എന്നാൽ കിഴക്ക് നിന്നും വടക്ക് നിന്നും വരുന്ന വാർത്തകൾ അവനെ അസ്വസ്ഥനാക്കും. അവൻ മഹാകോപത്തോടെ പുറപ്പെട്ട് അനേകരെ ഉന്മൂലനം ചെയ്യും. അവൻ തന്റെ രാജമന്ദിര സദൃശമായ കൂടാരങ്ങൾ കടലിനും മഹത്വപൂർണമായ
വിശുദ്ധ ഗിരിക്കുമിടയ്ക്ക് നിർമ്മിക്കും. എങ്കിലും സഹായിക്കാൻ ആരുമില്ലാതെ അവന്റെ ജീവിതം ഒടുങ്ങും. അധ്യായം 12. അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും. എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും. ഭൂമിയിലെ പൊടിയിൽ ഉറങ്ങുന്ന അനേകർ ഉണരും. ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും. ജ്ഞാനികൾ ആകാശവിതാനത്തിന്റെ പ്രഭ പോലെ തിളങ്ങും. അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവൻ നക്ഷത്രങ്ങളെപ്പോലെ എന്നുമെന്നും പ്രകാശിക്കും. ദാനിയേലേ, അവസാന ദിവസം വരെ വചനം രഹസ്യമായി സൂക്ഷിച്ച് ഗ്രന്ഥത്തിന് മുദ്രവെക്കുക. അനേകർ അങ്ങുമെങ്ങും ഓടി നടക്കുകയും അറിവ് വർദ്ധിക്കുകയും ചെയ്യും. ദാനിയേലായ ഞാൻ നോക്കി, ഇതാ മറ്റു 2 പേർ. ഒരുവൻ അരുവിയുടെ ഇക്കരെയും അപരൻ അക്കരെയും നിൽക്കുന്നു. അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്ന ചണവസ്ത്രധാരിയോട് അവരിൽ ഒരുവൻ ചോദിച്ചു, ഈ അത്ഭുതങ്ങൾ അവസാനിക്കാൻ എത്ര കാലം വേണം? അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്നിരുന്ന ചണവസ്ത്രധാരി വലത്തുകൈയും ഇടത്തുകൈയും ആകാശത്തിന് നേരെ ഉയർത്തി എന്നേക്കും ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിടുന്നത് ഞാൻ കേട്ടു. അത് സമയവും സമയങ്ങളും സമയത്തിന്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിന്റെ ശക്തി തകർക്കാൻ കഴിയുമ്പോൾ ഇവ നിവൃത്തിയാകും. ഞാൻ കേട്ടെങ്കിലും എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പ്രഭു, ഇതിൻ്റെയെല്ലാം പൊരുൾ എന്താണ്? അവൻ പറഞ്ഞു, ദാനിയേലേ, നീ നിന്റെ വഴിക്ക് പോവുക. ഈ വചനം അവസാന ദിനം വരേക്കും അടച്ചു മുദ്ര വെച്ചതാണ്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മയുറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഗ്രഹിക്കുകയില്ല. ജ്ഞാനികൾ ഗ്രഹിക്കും. നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസമുണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. എന്നാൽ നീ പോയി വിശ്രമിക്കുക. അവസാന ദിവസം നീ നിന്റെ അവകാശം സ്വീകരിക്കാൻ എഴുന്നേൽക്കും. അധ്യായം 13. യോവാഖിം എന്നൊരുവൻ ബാബിലോണിൽ ജീവിച്ചിരുന്നു. ഹിൽക്കിയായുടെ മകളും അതീവ സുന്ദരിയും ദൈവഭക്തയുമായ സൂസന്നയെ അവൻ വിവാഹം ചെയ്തു. അവളുടെ മാതാപിതാക്കന്മാർ നീതിനിഷ്ഠരായിരുന്നു. മോശയുടെ നിയമമനുസരിച്ച് അവർ തങ്ങളുടെ മകളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. യോവാഖിം വളരെ സമ്പന്നനായിരുന്നു. വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായ ഒരു ഉദ്യാനമുണ്ടായിരുന്നു. അവൻ എല്ലാവരെയും കാൾ ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു. അക്കൊല്ലം ജനത്തിന്റെ ഇടയിൽ നിന്ന് 2 ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു. അവരെപ്പറ്റി കർത്താവ് അരുളി ചെയ്തിരുന്നു, ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു. ഇവർ കൂടെ കൂടെ യോവാഖിമിന്റെ വീട്ടിൽ പോയിരുന്നു. വ്യവഹാരങ്ങളുള്ളവർ അവരെ സമീപിക്കുമായിരുന്നു. ഉച്ചയ്ക്ക് ആളുകൾ പിരിഞ്ഞു പോയതിനു ശേഷം സൂസന്ന ഭർത്താവിന്റെ ഉദ്യാനത്തിൽ ഉലാത്താൻ പോകും. എല്ലാ ദിവസവും അവളെ ഈ 2 ശ്രേഷ്ഠന്മാരും കാണാറുണ്ട്. അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവിടിഞ്ഞു. അവളോടുള്ള അത്യാസക്തി അവർ ഇരുവരെയും കീഴടക്കി. പക്ഷേ തങ്ങളുടെ മനോവ്യഥ അവർ പരസ്പരം പറഞ്ഞില്ല. അവളെ പ്രാപിക്കാനുള്ള ആസക്തി വെളിപ്പെടുത്താൻ അവർ ലജ്ജിച്ചു. എന്നാൽ ദിനം തോറും അവർ അവളെ നോക്കിക്കൊണ്ടിരുന്നു. അവർ അന്യോന്യം പറഞ്ഞു, ഭക്ഷണ സമയമായി, നമുക്ക് വീട്ടിലേക്ക് പോകാം. പുറത്തിറങ്ങിയ അവർ 2 വഴിക്ക് പോയി. എന്നാൽ മടങ്ങി വന്ന് അവർ വീണ്ടും കണ്ടുമുട്ടി.
ഇരുവരും കാരണം പറയാൻ നിർബന്ധിച്ചപ്പോൾ അവർ തങ്ങളുടെ അഭിലാഷം പരസ്പരം വെളിപ്പെടുത്തി. അവളെ തനിച്ചു കണ്ടുമുട്ടാവുന്ന ഒരു സമയം അവർ പറഞ്ഞൊത്തു. അവർ തക്കം നോക്കിയിരിക്കവേ പതിവ് പോലെ അവൾ 2 തോഴിമാരോടൊപ്പം ഉദ്യാനത്തിൽ കടന്നു. വലിയ ചൂടായിരുന്നതുകൊണ്ട് അവൾ കുളിക്കാനൊരുങ്ങി. ഒളിച്ചു നിന്ന് നോക്കിയിരുന്ന ആ 2 ശ്രേഷ്ഠന്മാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അവൾ തോഴിമാരോട് പറഞ്ഞു, എനിക്ക് കുളിക്കാൻ എണ്ണയും ലേപനങ്ങളും കൊണ്ടുവരുവിൻ, വാതിലടയ്ക്കുവിൻ. അതനുസരിച്ച് അവർ വാതിലടച്ചിട്ട് തങ്ങളോട് ആവശ്യപ്പെട്ടവ കൊണ്ടുവരാൻ പിൻവാതിലിലൂടെ പോയി. ഒളിച്ചു നിന്ന ശ്രേഷ്ഠന്മാരെ അവർ കണ്ടില്ല. തോഴിമാർ പോയി കഴിഞ്ഞപ്പോൾ ആ 2 ശ്രേഷ്ഠന്മാർ അവളുടെ അടുത്ത് ഓടിയെത്തി പറഞ്ഞു, ഇതാ ഉദ്യാന കവാടങ്ങൾ അടച്ചിരിക്കുന്നു. ആരും നമ്മെ കാണുന്നില്ല. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് നീ മടി കൂടാതെ ഞങ്ങളോടൊത്ത് ശയിക്കുക. നീ വിസമ്മതിച്ചാൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉണ്ടായിരുന്നു കൊണ്ടാണ് തോഴിമാരെ നീ പറഞ്ഞയച്ചതെന്ന് ഞങ്ങൾ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തും. സൂസന്ന നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു. ഞാൻ സമ്മതിച്ചാൽ അതെന്റെ മരണമാണ്. സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. കർത്താവിന്റെ മുൻപിൽ പാപം ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് വഴങ്ങാതെ നിങ്ങളുടെ പിടിയിൽ പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സൂസന്ന ഉച്ചത്തിൽ നിലവിളിച്ചു. ആ ശ്രേഷ്ഠന്മാർ അവൾക്കെതിരെ അട്ടഹസിച്ചു. അവരിൽ ഒരാൾ ഓടിച്ചെന്ന് ഉദ്യാനവാതിൽ തുറന്നു. ഉദ്യാനത്തിൽ നിന്ന് അട്ടഹാസം കേട്ടപ്പോൾ സൂസന്നയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാൻ വീട്ടിലെ വേലക്കാരെല്ലാവരും ഉദ്യാനത്തിലെ പിൻവാതിലിലൂടെ ഓടിക്കൂടി. ശ്രേഷ്ഠന്മാർ പറഞ്ഞ കഥ കേട്ട് വേലക്കാർ അത്യന്തം ലജ്ജിച്ചു. ഇത്തരത്തിലൊന്നും ഒരിക്കലും സൂസന്നയെപ്പറ്റി അവർ കേട്ടിരുന്നില്ല. അടുത്ത ദിവസം അവളുടെ ഭർത്താവായ യോവാക്കിമിന്റെ വീട്ടിൽ ആളുകൾ കൂടിയപ്പോൾ സൂസന്നയെ കൊല്ലാനുള്ള ദുരാലോചനയുമായി ആ 2 ശ്രേഷ്ഠന്മാരും എത്തിച്ചേർന്നു. അവർ ജനത്തോട് പറഞ്ഞു, ഹിൽക്കിയായുടെ മകളും യോവാക്കിമിന്റെ ഭാര്യയുമായ സൂസനെ കൊണ്ടുവരുവിൻ. അവർ അവളെ കൊണ്ടുവന്നു. തൻ്റെ മാതാപിതാക്കന്മാരോടും കുട്ടികളോടും ബന്ധുക്കളോടും കൂടെയാണ് അവൾ വന്നത്. സൂസന്ന സംസ്കൃത ചിത്തയും സുന്ദരിയുമായിരുന്നു. അവളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി മൂടുപടം മാറ്റാൻ ആ ദുഷ്ടന്മാർ ആജ്ഞാപിച്ചു. അവളുടെ കുടുംബാംഗങ്ങളും കൂട്ടുകാരും അവളെ കണ്ട എല്ലാവരും കരഞ്ഞു. അപ്പോൾ ആ 2 ശ്രേഷ്ഠന്മാർ ജനമധ്യേ എഴുന്നേറ്റ് നിന്ന് അവളുടെ തലയിൽ കരങ്ങൾ വെച്ചു. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി. അവൾ കർത്താവിൽ ആശ്രയമർപ്പിച്ചു. ശ്രേഷ്ഠന്മാർ പറഞ്ഞു, ഞങ്ങൾ തനിച്ച് ഉദ്യാനത്തിൽ നടക്കുമ്പോൾ ഇവൾ 2 തോഴിമാരോടൊപ്പം വരികയും ഉദ്യാനവാതിലടച്ചതിനു ശേഷം തോഴിമാരെ പറഞ്ഞു വിടുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒളിച്ചിരുന്ന ഒരു യുവാവ് വന്ന് ഇവളോടുകൂടെ ശയിച്ചു. ഞങ്ങൾ ഉദ്യാനത്തിൽ ഒരു കോണിലായിരുന്നു. ഈ ദുഷ്ടത കണ്ട് ഞങ്ങൾ ഓടിച്ചെന്നു. അവർ ആലിംഗനം ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളെക്കാൾ ശക്തനായിരുന്നതിനാൽ ഞങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞില്ല. അവൻ വാതിൽ തുറന്ന് ഓടി മറിഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇവളെ പിടിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞില്ല. ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടിയിരുന്നവർ അവരെ വിശ്വസിച്ചു. കാരണം അവർ ജനത്തിന്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരുമായിരുന്നു. അവർ അവളെ മരണത്തിന് വിധിച്ചു. അപ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, നിത്യനായ ദൈവമേ, രഹസ്യങ്ങളെ വിവേചിക്കുന്നവനെ, വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവയെ അറിയുന്നവനെ, ഇവർ എനിക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ഞാനിതാ മരിക്കാൻ പോകുന്നു. എങ്കിലും എനിക്കെതിരെ ദുഷ്ടതയോടെ ആരോപിച്ചിരുന്ന കാര്യങ്ങളിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്നു പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല.
ജനം അവന്റെ നേരെ തിരിഞ്ഞു. നീ എന്താണ് പറഞ്ഞത്? അവരുടെ മധ്യേ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു, ഇസ്രായേൽ മക്കളെ, നിങ്ങൾ ഇത്ര ഭോഷന്മാരാണോ? വിചാരണ നടത്താതെയും വസ്തുതകൾ ഗ്രഹിക്കാതെയും ഒരു ഇസ്രായേൽ പുത്രിയെ നിങ്ങൾ ശിക്ഷയ്ക്ക് വിധിക്കുന്നുവോ? വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുവിൻ. കാരണം ഈ മനുഷ്യർ ഇവൾക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവർ വേഗം മടങ്ങി. ശ്രേഷ്ഠന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങളുടെ ഇടയിലിരുന്ന് നിന്റെ വാദം ഉന്നയിക്കുക. ദൈവം നിനക്ക് ശ്രേഷ്ഠസ്ഥാനം നൽകിയിട്ടുണ്ടല്ലോ. ദാനിയേൽ പറഞ്ഞു, അവരെ രണ്ടുപേരെയും പരസ്പരം ദൂരെ മാറ്റി നിർത്തുക. ഞാൻ അവരെ വിസ്തരിക്കാം. അവരെ തമ്മിൽ അകറ്റി നിർത്തിയിട്ട് അവൻ അവരിൽ ഒരുവനെ വിളിച്ചു പറഞ്ഞു, ദുഷ്ടതയിൽ തഴക്കം നേടിയവനെ, നിന്റെ മുൻകാല പാപങ്ങൾ നിന്റെ മേൽ പതിച്ചിരിക്കുന്നു. നിരപരാധനും നീതിമാനുമായ ഒരുവനെ കൊല്ലരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിലും നീ നിരപരാധിനിയെ ശിക്ഷയ്ക്ക് വിധിച്ചു. തെറ്റു ചെയ്തവനെ വെറുതെ വിട്ടു. അങ്ങനെ അന്യായമായ വിധികൾ നീ പ്രസ്താവിച്ചു. എന്നാൽ നീ അവളെ കണ്ടു എന്നത് സത്യമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് ഇപ്പോൾ ഉത്തരം പറയുക. ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ആലിംഗനബദ്ധരായി അവരെ നീ കണ്ടത്? ഒരു കരയാമ്പു മരത്തിന്റെ ചുവട്ടിൽ. അവൻ മറുപടി പറഞ്ഞു. ദാനിയേൽ പറഞ്ഞു, കൊള്ളാം. നിന്റെ നുണ നിന്റെ തന്നെ തലയ്ക്ക് തിരിഞ്ഞടിക്കും. ദൈവദൂതന് ദൈവത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അവൻ ഉടനെ നിന്നെ രണ്ടായി പിളർന്നുകളയും. അവനെ മാറ്റി നിർത്തിയിട്ട് അപരനെ കൊണ്ടുവരാൻ ദാനിയേൽ ആജ്ഞാപിച്ചു. ദാനിയേൽ അവനോട് പറഞ്ഞു, കാനാന്റെ സന്തതി, നീ യൂദാ ഗോത്രത്തിൽപ്പെട്ടവനല്ല. സൗന്ദര്യം നിന്നെ വഞ്ചിക്കുകയും വിഷയാസക്തി നിന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് നിങ്ങൾ ഇരുവരും ഇസ്രായേൽ പുത്രിമാരോട് പെരുമാറിയത്. ഭയം മൂലം അവർ നിങ്ങളോടൊപ്പം ശയിച്ചു. പക്ഷേ യൂദായുടെ ഒരു പുത്രി നിങ്ങളുടെ ദുഷ്ടതയ്ക്ക് വഴങ്ങിയില്ല. എന്നാൽ ഇപ്പോൾ എന്നോട് പറയുക, ഏതു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ആലിംഗനബദ്ധരായി അവർ നീ കണ്ടത്? തഴച്ചു വളരുന്ന ഒരു കരുവേലകത്തിന്റെ ചുവട്ടിൽ. അവൻ മറുപടി നൽകി. ദാനിയേൽ പറഞ്ഞു, കൊള്ളാം. നിന്റെ നുണ നിന്റെ തലയ്ക്ക് തിരിഞ്ഞടിച്ചിരിക്കുന്നു. നിന്നെ രണ്ടായി അറുത്തു മുറിക്കുന്നതിന് ദൈവദൂതൻ വാളുമായി കാത്തു നിൽക്കുന്നു. അവൻ നിങ്ങൾ ഇരുവരെയും നശിപ്പിക്കും. അപ്പോൾ കൂടിയിരുന്നവർ അത്യുച്ചത്തിൽ അട്ടഹസിക്കുകയും തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. അവർ ആ രണ്ട് ശ്രേഷ്ഠന്മാർക്കെതിരെ തിരിഞ്ഞു. എന്തെന്നാൽ അവർ കള്ളസാക്ഷ്യം പറയുന്നെന്ന് അവരുടെ വാക്കുകൊണ്ട് തന്നെ ദാനിയേൽ തെളിയിച്ചു. തങ്ങളുടെ അയൽക്കാരിക്ക് അവർ നൽകാൻ ദുഷ്ടതയോടെ തീരുമാനിച്ച ശിക്ഷ അവർക്ക് നൽകി. മോശയുടെ നിയമമനുസരിച്ച് ജനം അവരെ വധിച്ചു. അങ്ങനെ നിഷ്കളങ്കയായ ഒരുവൾ അന്ന് രക്ഷപ്പെട്ടു. ഹിൽക്കിയായും ഭാര്യയും തങ്ങളുടെ മകളായ സൂസന്നയെ പ്രതി ദൈവത്തെ സ്തുതിച്ചു. അവളുടെ ഭർത്താവായ യോവാക്കിമും ബന്ധുക്കളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു. എന്തെന്നാൽ ലജ്ജാകരമായ യാതൊന്നും അവളിൽ കാണപ്പെട്ടില്ല. അന്നു മുതൽ ജനത്തിന്റെ ഇടയിൽ ദാനിയേലിന് വലിയ കീർത്തി ഉണ്ടായി. അധ്യായം 14. അസ്ത്യാഗസ് രാജാവിനു ശേഷം പേർഷ്യക്കാരനായ സൈറസ് ഭരണമേറ്റു. രാജാവിന്റെ മിത്രവും അവന്റെ സ്നേഹിതന്മാരിൽ വെച്ച് ഏറ്റവും ബഹുമാനിതനുമായിരുന്നു ദാനിയേൽ. ബാബിലോണിയർക്ക് ബേൽ എന്നു പേരായ ഒരു പ്രതിഷ്ഠയുണ്ടായിരുന്നു. പ്രതിദിനം 12 പറ നേരിയ മാവും 40 ആടും 6 അളവ് വീഞ്ഞും അതിനർപ്പിച്ചിരുന്നു. രാജാവ് അതിനെ പൂജിക്കുകയും എല്ലാ ദിവസവും അതിനെ ആരാധിക്കാൻ പോവുകയും ചെയ്തിരുന്നു. ദാനിയേൽ തന്റെ ദൈവത്തെ മാത്രം ആരാധിച്ചു. രാജാവ് അവനോട് ചോദിച്ചു, എന്താണ് നീ ബേലിനെ ആരാധിക്കാത്തത്? അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനും സകല ജീവജാലങ്ങളുടെയും മേൽ ആധിപത്യമുള്ളവനുമായ ജീവനുള്ള ദൈവത്തെ മാത്രമേ ഞാൻ ആരാധിക്കുകയുള്ളൂ. മനുഷ്യനിർമ്മിതമായ ബിംബങ്ങളെ ഞാൻ പൂജിക്കുകയില്ല. രാജാവ് അവനോട് ചോദിച്ചു, ബേൽ ജീവനുള്ള ദൈവമാണെന്ന് നീ കരുതുന്നില്ലേ? അവൻ ദിവസം തോറും എത്രമാത്രം തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്ന് നീ കാണുന്നില്ലേ?
അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, നീ വഞ്ചിതനാകരുത്. ഇതിൻ്റെ ഉള്ളിൽ കളിമണ്ണും പുറമേ ഓടുമാണ്. ഇതൊരിക്കലും ഭക്ഷിക്കുകയോ കുടിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ രാജാവ് കോപിച്ച് തന്റെ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ ആഹാരമെല്ലാം ആരാണ് ഭക്ഷിക്കുന്നതെന്ന് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ വധിക്കപ്പെടും. എന്നാൽ ബേലാണ് അവ ഭക്ഷിക്കുന്നതെന്ന് നിങ്ങൾ തെളിയിച്ചാൽ ദാനിയേൽ വധിക്കപ്പെടും. കാരണം അവൻ ബേലിനെതിരെ ദൂഷണം പറഞ്ഞിരിക്കുന്നു. ദാനിയേൽ രാജാവിനോട് പറഞ്ഞു, നീ പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ. ബേലിന്റെ പുരോഹിതന്മാരായി 70 പേരുണ്ടായിരുന്നു, കൂടാതെ അവരുടെ ഭാര്യമാരും കുട്ടികളും. രാജാവ് ദാനിയേലിനെയും കൂട്ടി ബേലിന്റെ ആലയത്തിലെത്തി. ബേലിന്റെ പുരോഹിതന്മാർ പറഞ്ഞു, ഇതാ ഞങ്ങൾ പുറത്തു പോകുന്നു. രാജാവേ, നീ തന്നെ ഭക്ഷണവും വീഞ്ഞും ഒരുക്കി വച്ചിട്ട് വാതിലടച്ച് നിന്റെ മോതിരം കൊണ്ട് മുദ്ര വയ്ക്കുക. നീ പ്രഭാതത്തിൽ മടങ്ങി വരുമ്പോൾ ബേൽ ഇത് മുഴുവൻ ഭക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെ കൊന്നുകൊള്ളുക. അല്ലെങ്കിൽ ഞങ്ങളെപ്പറ്റി വ്യാജം പറയുന്ന ദാനിയേൽ മരിക്കണം. അവർക്ക് കൂസലില്ലായിരുന്നു. കാരണം പീഠത്തിന്റെ അടിയിൽ അവർ ഒരു രഹസ്യ കവാടം ഉണ്ടാക്കിയിരുന്നു. അതിലൂടെയാണ് പതിവായി അകത്ത് കടന്ന് അവർ ആഹാരം ഭക്ഷിച്ചിരുന്നത്. അവർ പുറത്തുപോയതിനു ശേഷം രാജാവ് ബേലിനുള്ള ഭക്ഷണം ഒരുക്കിവെച്ചു. അപ്പോൾ ദാനിയേൽ കുറെ ചാരം കൊണ്ടുവരാൻ തന്റെ ദാസന്മാരോട് ആജ്ഞാപിച്ചു. രാജാവ് മാത്രം കാണുകെ അവർ അത് ആലയത്തിലെങ്ങും വിതറി. പിന്നെ അവർ പുറത്തിറങ്ങി വാതിലടച്ച് രാജാവിന്റെ മോതിരം കൊണ്ട് മുദ്ര വെച്ചിട്ട് പിരിഞ്ഞുപോയി. പതിവ് പോലെ രാത്രിയിൽ പുരോഹിതന്മാർ ഭാര്യമാരോടും കുട്ടികളോടും കൂടെ വന്ന് എല്ലാം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു. അതിരാവിലെ രാജാവ് വന്നു. ദാനിയേലും അവനോടൊപ്പം എത്തി. രാജാവ് ചോദിച്ചു, ദാനിയേലേ, മുദ്രകൾ ഭദ്രമായിരിക്കുന്നുവോ? രാജാവേ, അവ ഭദ്രം തന്നെ. അവൻ ഉത്തരം പറഞ്ഞു. വാതിൽ തുറന്ന ഉടനെ രാജാവ് പീഠത്തിൽ നോക്കി അത്യുച്ചത്തിൽ അട്ടഹസിച്ചു. ബേൽ, നീ വലിയവൻ തന്നെ. നിന്നിൽ വഞ്ചന അശേഷവുമില്ല. അപ്പോൾ ദാനിയേൽ ചിരിച്ചുകൊണ്ട് രാജാവിനെ അകത്തു കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു. അവൻ പറഞ്ഞു, തറയിലേക്ക് നോക്കൂ. ആരുടേതാണ് ഈ കാൽപ്പാടുകളെന്ന് ശ്രദ്ധിക്കൂ. രാജാവ് പറഞ്ഞു. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും കാൽപ്പാടുകൾ ഞാൻ കാണുന്നു. രാജാവ് കോപം കൊണ്ട് ജ്വലിച്ചു. അവൻ പുരോഹിതന്മാരെയും ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുവന്നു. പീഠത്തിലുള്ളതെല്ലാം ഭക്ഷിക്കുന്നതിനു വേണ്ടി പതിവായി തങ്ങൾ പ്രവേശിച്ചിരുന്ന രഹസ്യ കവാടം അവർ രാജാവിന് കാണിച്ചു കൊടുത്തു. രാജാവ് അവരെ വധിക്കുകയും ബേലിനെ ദാനിയേലിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. ദാനിയേൽ ബേലിനെ അതിൻ്റെ ആലയത്തോടൊപ്പം നശിപ്പിച്ചു. ബാബിലോണിയർ ആദരിച്ചു പോന്ന ഒരു വ്യാളമുണ്ടായിരുന്നു. രാജാവ് ദാനിയേലിനോട് പറഞ്ഞു, ഇത് ജീവനുള്ള ദേവനാണ് എന്നത് നിനക്ക് നിഷേധിക്കാനാവില്ല. അതിനാൽ അതിനെ ആരാധിക്കണം. ദാനിയേൽ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കും. കാരണം അവിടുന്നാണ് ജീവിക്കുന്ന ദൈവം. രാജാവേ, നീ അനുവദിച്ചാൽ വാളോ വടിയോ കൂടാതെ ഞാൻ അതിനെ കൊല്ലാം. രാജാവ് പറഞ്ഞു. ഞാൻ അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ ദാനിയേൽ കീലും കൊഴുപ്പും രോമവും തിളപ്പിച്ച് ഉരുളയാക്കി വ്യാളത്തിന് തിന്നാൻ കൊടുത്തു. ആ ജീവി അത് തിന്നു. അതിൻ്റെ വയറു പൊട്ടി. ദാനിയേൽ പറഞ്ഞു, നീ എന്തിനെയാണ് ആരാധിച്ചു കൊണ്ടിരുന്നതെന്ന് കണ്ടാലും. ബാബിലോണിയർ ഇത് കേട്ടപ്പോൾ അത്യധികം കുപിതരായി രാജാവിനെതിരെ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, രാജാവ് യഹൂദനായിരിക്കുകയാണ്. അവൻ ബേലിനെ നശിപ്പിച്ചു, വ്യാളത്തെ കൊന്നു, പുരോഹിതന്മാരെ വധിച്ചു. അവർ ചെന്ന് രാജാവിനോട് പറഞ്ഞു, ദാനിയേലിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിന്റെ കുടുംബാംഗങ്ങളെയും കൊല്ലും. രാജാവ് അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ദാനിയേലിനെ വിട്ടുകൊടുത്തു. അവർ ദാനിയേലിനെ സിംഹങ്ങളുടെ കുഴിയിലെറിഞ്ഞു. 6 ദിവസം അവൻ അവിടെ കഴിച്ചുകൂട്ടി. 7 സിംഹങ്ങൾ ആ കുഴിയിലുണ്ടായിരുന്നു. ദിവസേന അവയ്ക്ക് 2 മനുഷ്യ ശരീരങ്ങളും 2 ആടുകളും കൊടുക്കാറുണ്ടായിരുന്നു. എന്നാൽ ദാനിയേലിനെ വിഴുങ്ങേണ്ടതിന് അവയ്ക്ക് ഇവയൊന്നും കൊടുത്തിരുന്നില്ല. അക്കാലത്ത് ഹബക്കൂക്ക് പ്രവാചകൻ യൂദായിലുണ്ടായിരുന്നു. അവൻ കറിയും
പൊടിച്ച അപ്പവും ഒരു പാത്രത്തിലാക്കി കൊയ്ത്തുകാർക്ക് കൊടുക്കാൻ വേണ്ടി വയലിലേക്ക് പോവുകയായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ ഹബക്കൂക്കിനോട് പറഞ്ഞു, നിന്റെ കയ്യിലുള്ള ഭക്ഷണം ബാബിലോണിലെ സിംഹക്കുഴിയിൽ കിടക്കുന്ന ദാനിയേലിന് കൊണ്ടുപോയി കൊടുക്കുക. ഹബക്കൂക്ക് പറഞ്ഞു, പ്രഭോ, ഞാനൊരിക്കലും ബാബിലോൺ കണ്ടിട്ടില്ല. സിംഹക്കുഴിയെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവനെ മുടിയിൽ പിടിച്ച് തൂക്കിയെടുത്ത് ബാബിലോണിൽ സിംഹക്കുഴിയുടെ നേരെ മുകളിൽ വായുവേഗത്തിലെത്തിച്ചു. ഹബക്കൂക്ക് വിളിച്ചു പറഞ്ഞു, ദാനിയേൽ, ദാനിയേൽ, ദൈവം നിനക്ക് എത്തിച്ചു തന്നിരിക്കുന്ന ഭക്ഷണം കഴിച്ചാലും. ദാനിയേൽ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. അങ്ങയെ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദാനിയേൽ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചു. കർത്താവിൻ്റെ ദൂതൻ ഉടൻ തന്നെ ഹബക്കൂക്കിനെ അവൻ്റെ സ്ഥലത്തേക്ക് മടക്കിക്കൊണ്ടുവന്നു. 7-ാം ദിവസം രാജാവ് ദാനിയേലിനെ പ്രതി വിലപിക്കാനെത്തി. അവൻ വന്ന് സിംഹക്കുഴിയിൽ നോക്കിയപ്പോൾ ദാനിയേൽ അവിടെയിരിക്കുന്നത് കണ്ടു. രാജാവ് അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ദാനിയേലിന്റെ ദൈവമേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങല്ലാതെ മറ്റൊരു ദൈവമില്ല. അവൻ ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് കയറ്റുകയും അവനെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ആ കുഴിയിൽ എറിയുകയും ചെയ്തു. ഉടൻ തന്നെ അവന്റെ കൺമുൻപിൽ വെച്ച് അവരെ സിംഹം വിഴുങ്ങി. അധ്യായം 1. ജെറമിയായിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നിറവേറേണ്ടതിന് പേർഷ്യ രാജാവായ സൈറസിനെ അവന്റെ 1-ാം ഭരണവർഷം കർത്താവ് പ്രചോദിപ്പിക്കുകയും അവനൊരു വിളംബരമെഴുതി രാജ്യം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. പേർഷ്യ രാജാവായ സൈറസ് അറിയിക്കുന്നു, സ്വർഗത്തിന്റെ ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല രാജ്യങ്ങളും എനിക്കു നൽകുകയും യൂദായിലെ ജെറുസലേമിൽ അവിടത്തെ ആലയം പണിയാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അവിടുത്തെ ജനമായി നിങ്ങളുടെ ഇടയിലുള്ളവർ അവിടുന്ന് അവരോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. യൂദായിലെ ജെറുസലേമിൽ ചെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ ആലയം വീണ്ടും നിർമ്മിക്കട്ടെ. ജെറൂസലേമിൽ വസിക്കുന്ന ദൈവമാണ് അവിടുന്ന്. അവശേഷിക്കുന്ന ജനം എവിടെ വസിക്കുന്നവരായാലും അവരെ തദ്ദേശവാസികൾ ജെറൂസലേമിലെ ദേവാലയത്തിനു വേണ്ടി സ്വാഭീഷ്ട കാഴ്ചകൾക്കു പുറമെ വെള്ളി, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ എന്നിവ നൽകി സഹായിക്കട്ടെ. അപ്പോൾ യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രത്തലവന്മാരും പുരോഹിതരും ലേവ്യരും ദൈവത്താൽ ഉത്തേജിതരായി ജെറുസലേമിലെ കർത്താവിന്റെ ആലയത്തിന്റെ പുനർനിർമ്മാണത്തിന് പുറപ്പെട്ടു. അവർ വസിച്ചിരുന്ന ദേശത്തെ ആളുകൾ സ്വാഭിഷ്ട കാഴ്ചകൾക്ക് പുറമെ വെള്ളിപ്പാത്രങ്ങൾ, സ്വർണം, ഇതര വസ്തുക്കൾ, മൃഗങ്ങൾ, വിലയേറിയ സാധനങ്ങൾ ഇവ നൽകി അവരെ സഹായിച്ചു. നെബൂഖദ്നേസർ ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ നിന്ന് കൊണ്ടുവന്നു തന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ വെച്ചിരുന്ന പാത്രങ്ങൾ സൈറസ് രാജാവ് എടുത്തുകൊണ്ടുവന്നു. അവനവ ഭണ്ഡാര വിചാരിപ്പുകാരനായ മിത്രേദാത്തിനെ ഏൽപ്പിച്ചു. അവൻ യൂദായിലെ ഭരണാധിപനായ ഷെഷ്ബസാറിന് അവ എണ്ണിക്കൊടുത്തു. അവയുടെ എണ്ണം 1000 സ്വർണ്ണച്ചരുവങ്ങൾ, 1000 വെള്ളിച്ചരുവങ്ങൾ, 29 ധൂപകലശങ്ങൾ, 30 സ്വർണ്ണക്കോപ്പകൾ, 2410 വെള്ളിക്കോപ്പകൾ, 1000 മറ്റു പാത്രങ്ങൾ. സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ ആകെ 5469. പ്രവാസികളെ ബാബിലോണിൽ നിന്ന് ജെറുസലേമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷെഷ്ബസാർ ഇവയും കൊണ്ടുപോന്നു. അധ്യായം 2. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ ബാബിലോണിലേക്ക് തടവുകാരായി കൊണ്ടുപോയ ജനം പ്രവാസത്തിൽ നിന്ന് തങ്ങളുടെ പട്ടണമായ ജെറുസലേമിലും യൂദായിലും തിരിച്ചെത്തി. സെറുബാബേൽ, യെശുവ, നെഹമ്യ, സെറായിയ, റേലായ, മോർദെക്കായ്, ബിൽഷാൻ, മിസ്പാർ, ബിഗ്വായ്, റഹും, ബാന എന്നിവരാണ് അവരെ നയിച്ചത്. ഇസ്രായേൽ ജനത്തിന്റെ കണക്ക്: പാറോഷിന്റെ പുത്രന്മാർ 2172, ഷഫാത്തിയായുടെ പുത്രന്മാർ 372, ആരായുടെ പുത്രന്മാർ 775, പഹത് മൊവാബിന്റെ, അതായത്
യെശുവയുടെയും യോവാബിന്റെയും പുത്രന്മാർ 2812. ഏലാമിന്റെ പുത്രന്മാർ 1254. സാത്തുവിന്റെ പുത്രന്മാർ 945. സക്കായിയുടെ പുത്രന്മാർ 760. ബാനിയുടെ പുത്രന്മാർ 642. ബേബായുടെ പുത്രന്മാർ 623. അസ്ഗാദിന്റെ പുത്രന്മാർ 1222. അദോനിക്കാമിന്റെ പുത്രന്മാർ 666. ബിഗ്വായുടെ പുത്രന്മാർ 2056. അദീനിന്റെ പുത്രന്മാർ 454. അഥേറിന്റെ, അതായത് ഹെസക്കിയായുടെ പുത്രന്മാർ 98. ബേസായുടെ പുത്രന്മാർ 323. യോറായുടെ പുത്രന്മാർ 112. ഹാഷൂമിന്റെ പുത്രന്മാർ 223. ഗിബ്ബാറിന്റെ പുത്രന്മാർ 95. ബേത്ലഹേമിലെ ആളുകൾ 123. നെത്തോഫായിലെ ആളുകൾ 56. അനാത്തോത്തിലെ ആളുകൾ 128. അസ്മാവത്തിലെ ആളുകൾ 42. കിരിയാധാറിം, കെഫീറ, ബേറോത്ത് എന്നിവിടങ്ങളിലെ ആളുകൾ 743. റാമായിലെയും ഗേബായിലെയും ആളുകൾ 621. മിക്മാസിലെ ആളുകൾ 122. ബഥേലിലെയും ആയിയിലെയും ആളുകൾ 223. നെബോയിലെ ആളുകൾ 52. മഗ്ബീഷിലെ ആളുകൾ 156. മറ്റേ ഏലാമിലെ ആളുകൾ 1254. ഹാരിമിലെ ആളുകൾ 320. ലോദ്, ഹാദിദ്, ഓനോ എന്നിവിടങ്ങളിലെ ആളുകൾ 725. ജെറീക്കോയിലെ ആളുകൾ 345. സേനായിലെ ആളുകൾ 3630. പുരോഹിതന്മാർ: യെശുവയുടെ കുടുംബത്തിലെ യദായായുടെ പുത്രന്മാർ 973. ഇമ്മറിന്റെ പുത്രന്മാർ 1052. പഷൂറിന്റെ പുത്രന്മാർ 1247. ഹാരിമിന്റെ പുത്രന്മാർ 1017. ലേവ്യർ: ഹോദാവിയായുടെ പുത്രന്മാരായ യെശുവയുടെയും കത്മിയേലിന്റെയും പുത്രന്മാർ 74. ഗായകർ: ആസാഫിന്റെ പുത്രന്മാർ 128. വാതിൽ കാവൽക്കാരുടെ മക്കൾ: ഷല്ലൂം, അഥേർ, തൽമോൻ, അക്കൂബ്, ഹത്തിത, ഷോബായ് എന്നിവരുടെ പുത്രന്മാർ 139. ദേവാലയത്തിലെ സേവകന്മാർ: സിഹ, ഹസൂഫ, താബാവോത്ത്, കെറോസ്, സിയാഹ, പാദോൻ, ലബാന, ഹഗാബ, അക്കൂബ്, ഹഗാബ്, ഷമലായ്, ഹാനാൻ, ഗിദ്ദേൽ, ഗാഹർ, റയായ, റസീൻ, നഖോദ, ഗാസാം, ഉസ, പസേയ, ബസായ്, അസ്ന, മെയൂനിം, നെഫിസിം, ബക്ബുക്ക്, ഹക്കൂഫ, ഹർഹൂർ, ബസിലൂത്ത്, മഹീദ, ഹർഷ, ബർക്കോസ്, സിസേറ, തേമ, നെസിയ, ഹത്തീഫ എന്നിവരുടെ പുത്രന്മാർ. സോളമന്റെ ഭൃത്യന്മാരുടെ മക്കൾ: സോദായ്, ഹസോഫെറേത്ത്, പെറൂദ, യാല, ദാർക്കോൻ, ഗിദ്ദേൽ, ഷഫാത്തിയ, ഹത്തീൽ, പോഖേറത്ത് ഹസേബായിം, ആമി എന്നിവരുടെ പുത്രന്മാർ. ദേവാലയ ശുശ്രൂഷകരും സോളമന്റെ ഭൃത്യന്മാരും കൂടെ ആകെ 392 പേർ. തങ്ങളുടെ പിതൃകുടുംബമേതെന്നോ തങ്ങൾ ഇസ്രായേലിൽപ്പെട്ടവരാണെന്നോ തെളിയിക്കാൻ കഴിയാതിരുന്ന തെൽമേല, തെൽഹർഷ, കെറൂബ്, അദ്ദാൻ, ഇമ്മർ എന്നിവിടങ്ങളിൽ നിന്ന് വന്നവർ. ദലായ, തോബിയ, നഖോദ എന്നിവരുടെ പുത്രന്മാർ 652. കൂടാതെ പുരോഹിത പുത്രന്മാർ: ഹബായ, ഹക്കോസ്, ബർസില്ലായ് എന്നിവരുടെ പുത്രന്മാർ. ഗലിയാദുകാരനായ ബർസില്ലായുടെ പുത്രിയെ ഭാര്യയായി സ്വീകരിച്ചതിനാൽ അവളുടെ പേരിൽ അറിയപ്പെടുന്നവരാണ് ബർസില്ലായ് കുടുംബക്കാർ. വംശാവലി രേഖയിൽ അംഗത്വം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞതിനാൽ ഇവർ അശുദ്ധരായി പൗരോഹിത്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു. ഉറീമും തുമ്മീമും മുഖേന ആരായാൻ ഒരു പുരോഹിതനുണ്ടാകുന്നതുവരെ അതിവിശുദ്ധ ഭോജ്യത്തിൽ പങ്കുചേരുന്നതിൽ നിന്ന് ദേശാധിപതി അവരെ വിലക്കി. സമൂഹത്തിൽ ആകെ 42,360 പേർ ഉണ്ടായിരുന്നു. 7,337 ദാസീദാസന്മാർക്ക് പുറമെയാണിത്. അവർക്ക് 200 ഗായികന്മാർ ഉണ്ടായിരുന്നു. അവർക്ക് 736 കുതിര, 245 കോവർ കഴുത, 435 ഒട്ടകം, 6,720 കഴുത എന്നിവയുണ്ടായിരുന്നു. ജെറുസലേമിൽ കർത്താവിന്റെ ആലയത്തിൽ വന്ന ചില കുടുംബത്തലവന്മാർ ദേവാലയം യഥാസ്ഥാനം പണിയാൻ സ്വാഭീഷ്ട കാഴ്ചകൾ നൽകി. ആലയ നിർമ്മാണ നിധിയിലേക്ക് തങ്ങളുടെ കഴിവിനൊത്ത് അവർ നൽകിയ സംഭാവന 61,000 ദാരിക്ക് സ്വർണവും 1000 മീന വെള്ളിയും 100 പുരോഹിത വസ്ത്രങ്ങളുമാണ്. പുരോഹിതന്മാരും ലേവ്യരും
ചില ആളുകളും ജെറുസലേമിലും പരിസരങ്ങളിലും താമസിച്ചു. ഗായകരും വാതിൽ കാവൽക്കാരും ദേവാലയ സേവകരും മറ്റിസ്രായേല്യരും തങ്ങളുടെ പട്ടണങ്ങളിൽ വസിച്ചു.